പോകേണ്ടതുള്ളൂ. ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ ഓരോരുത്തരുടേതായി ഇപ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, നിശ്ചയിക്കപ്പെട്ട വാഹനങ്ങളിലേക്ക് കയറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആദ്യം ഒന്നാമത്തെ മൃതദേഹമാണ് അത്. മൃതദേഹങ്ങൾ ഒന്നൊന്നായി പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസുകളിലേക്ക് മാറ്റുകയാണ്. 31 ആംബുലൻസുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ വീടുകളിലേക്കും പ്രത്യേകമായി സജ്ജീകരിച്ച ആംബുലൻസുകൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ തയ്യാറായി നിന്നിരുന്നു. ഓരോ നമ്പർ ക്രമം അനുസരിച്ച് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്തേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ സ്ഥലത്തേക്ക് സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ആംബുലൻസിനെ അകമ്പടി സേവിക്കാൻ പോലീസ് സേനയും തയ്യാറായി നിൽക്കുകയാണ്. ഓരോ വീടുകളിലേക്കും ഇത്തരത്തിൽ പോലീസ് സേനയുടെ അകമ്പടിയോടുകൂടി ഈ പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസുകൾ ഇപ്പോൾ എത്തും. എല്ലാവരും എറണാകുളം ജില്ലയുടെ പുറത്ത് നിന്നുള്ള ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട സ്വദേശികളാണ് ഏറ്റവും കൂടുതലായി ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നവർ. പത്തനംതിട്ട ജില്ലയിലേക്കും കൊല്ലം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലേക്കും കാസർഗോട്ടേക്കും കണ്ണൂരിലേക്കുമൊക്കെ പോകേണ്ടവരാണ് സജ്ജീകരിച്ച ആംബുലൻസുകളിലേക്ക് ഇപ്പോൾ അവരുടെ മൃതദേഹം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ എടുക്കും ഇവിടെ നിന്ന് ഇനി അവരവരുടെ വീടുകളിലേക്ക് അന്ത്യവിശ്രമത്തിനായി എത്തുവാൻ വേണ്ടി. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ രാത്രിയോളമാകും ഓരോ വീടുകളിലേക്കും ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ എത്താൻ. അവിടെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അത്തരത്തിൽ തന്നെയാണ് ഓരോ വീടുകളിലും ക്രമീകരിച്ചിട്ടുള്ളതും. സംസ്കാരം മറ്റ് ദിവസത്തിലേക്കും നാളേക്കും ഒക്കെ പലരും മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഓരോരോ മൃതദേഹങ്ങളായി പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്യു തോമസ് ഓരോ വണ്ടിയിലേക്കുള്ള റൂട്ട്